ഹായ് എവരി വൺ, വെൽക്കം ടു ലാം പി എസ് സി. അപ്പോൾ നമ്മുടെ കേരള ഗവേണൻസിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്, അതായത് നമ്മൾ 4 ടോപ്പിക്കുകളായിരുന്നു ഈ ഒരു മൊഡ്യൂളിൽ പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രീഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ, അതുപോലെ തന്നെ നാച്ചുറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ കവർ ചെയ്യുന്നത്. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രീഷനും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് എഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനായിട്ട് വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് സ്വയം തീരുമാനിക്കാനുള്ള ഒരു അധികാരം അത് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഒരു കാര്യം അത് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള ഒരു വിവേചന അധികാരം വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അതിനെന്താ പറയുന്നത്? വിവേചന അധികാരം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവേചന അധികാരം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അവിടെ ഓർത്ത് വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിവേചന അധികാരം, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ട മറ്റ് ചില കൺസെപ്റ്റുകളും കൂടെ പറയുന്നുണ്ട്. ജസ്റ്റ് നോട്ട് ഒന്ന് വായിച്ച് നോക്കുക. നമുക്ക് നോട്ട് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോകാം. സോ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ പവർ ഓഫ് ആൻ അതോറിറ്റി ടു ചൂസ് ബിറ്റ്വീൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നിലധികം കോഴ്സ് ഓഫ് ആക്ഷൻസ് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. രണ്ടാമത്തത്, ആ സാഹചര്യങ്ങൾ ചൂസ് ചെയ്യുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ആ വ്യക്തിയുടെ തന്നെ യുക്തിയുടെയും ആ വ്യക്തിയുടെ തന്നെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വിവേചന അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത എക്സാമ്പിൾ തന്നെ വീണ്ടും എടുക്കുകയാണ്. അതായത് രേഖകളൊന്നുമില്ലാതെ ഒരു പാവപ്പെട്ട വൃദ്ധനായിട്ടുള്ള അഗതിയായിട്ടുള്ള ഒരാൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. നിങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രിക്ട് കളക്ടറായിട്ടിരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾക്ക് അയാൾ അർഹനാണ്. പക്ഷേ അയാളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള മതിയായ രേഖകളില്ല. അപ്പോൾ ഈ മതിയായ രേഖകളില്ലാത്ത ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു സ്കീമിൻ്റെ ഭാഗമാക്കണം, ഒരു പെൻഷൻ കിട്ടണം എന്ന് നിങ്ങളുടെ അടുത്ത് പറയാണ്. അപ്പം നിങ്ങൾക്കറിയാം ഈ വ്യക്തി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് സ്കീമിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഈ പെൻഷൻ പദ്ധതിക്ക് 100% അർഹനായ വ്യക്തിയാണ്. പക്ഷേ അയാൾക്കത് കിട്ടില്ല, കാരണം അയാളുടെ അടുത്ത് ആവശ്യമായിട്ടുള്ള രേഖകളില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് അവിടെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും 2 ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ പറയാണ് നിങ്ങളുടെ കയ്യിൽ മതിയായ രേഖകളില്ല, എനിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഞാൻ നിയമം അനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് സഹായം ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മടക്കി അയക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? യു ഫോളോഡ് റൂൾ ഓഫ് ലോ ആണ്. ഓക്കെ, നിങ്ങൾ നിയമം അനുശാസിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിച്ചു. നിയമം എന്താണോ പറയുന്നത്, നിയമം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ കൊടുത്തതുമില്ല. ഇനി രണ്ടാമത്തെ കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അയാൾ അർഹനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തൽക്കാലം ഈ പറയുന്ന രേഖകൾ അതില്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ അയാളെ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, അയാളെ ഇതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് സബോർഡിനേറ്റ്സിനോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അയാളുടെ പേരും കൂടെ എന്ത് ചെയ്യാണ്, അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിച്ചത് എന്താണ്? ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടാണ്. ഓക്കെ, ഹ്യൂമാനിറ്റേറിയൻ മനുഷ്യത്വമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ പരിഗണിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പറ്റും, സ്പിരിറ്റ് ഓഫ് ദി ലോ ആണ്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് ലോ. കാരണം ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് അർഹരായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അർഹരായ ആൾക്കാരെ തടയുന്നതിന് വേണ്ടിയിട്ടല്ല. പിന്നെ ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, ക്രൈറ്റീരിയാസ്, രേഖകൾ, ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? അനർഹരായിട്ടുള്ള ആളുകൾ ഈ സ്കീമിൻ്റെ ഭാഗമാകരുത്, അതിന് വേണ്ടിയിട്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള രേഖകൾ ചോദിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്പിരിറ്റ് ഓഫ് ദി ലോ എന്താണ്? അർഹരായിട്ടുള്ള ആളുകൾക്ക് ആ ബെനിഫിറ്റ് കിട്ടണം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യത്വം കൂടെ നിങ്ങൾ അവിടെ പരിഗണിക്കണം. കാരണം ഈ പറയുന്നത് അനാഥനായിട്ടുള്ള അല്ലെങ്കിൽ നോക്കാൻ ആരും ഇല്ലാത്ത 60 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള സ്വന്തമായിട്ട് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൻ്റെ ബെനിഫിറ്റ് അവിടെ ഡെഫിനറ്റ് ആയിട്ടും കിട്ടണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, മനുഷ്യത്വം പരിഗണിച്ചിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്തു കൊടുക്കുകയാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിട്ട് നിയമം വിട്ട് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യില്ല. ഓക്കെ, നിയമം വിട്ട് ഒന്നും ചെയ്യില്ല. എന്നാൽ അതേ സമയം തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് അയാളോട് സഹതാപമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കുകയാണ്.
നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പണം മുടക്കിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഒരു അനാഥാശ്രമത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വയോധികരുടെ ആശ്രമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ഓൾഡ് ഏജ് ഹോമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ആക്കുകയാണ്. ഓക്കെ, ഓൾഡ് ഏജ് ഹോമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ആക്കുകയാണ്. നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളെ വിളിച്ചു കുറച്ച് പൈസയും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അയാളെ അവിടെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡീമെറിറ്റ്സും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങളുടെ വിവേചനാധികാരമാണ്. നിങ്ങൾ ഇതിൽ 3 എടുത്തു കഴിഞ്ഞാലും അത് ഒന്ന് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ നിയമം അനുശാസിക്കണം, നിങ്ങൾ റൂൾ ഓഫ് ലോ ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അയാൾക്ക് കൊടുത്തില്ല, അവിടെ തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ നിയമം പറയുന്നത് എന്താണോ അത് കൃത്യമായിട്ട് അനുശാസിച്ചു. ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്തത്. രണ്ടാമത്തത്, ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തത്, നിങ്ങൾ ഈ പറയുന്ന 2 കാര്യവും ബാലൻസ് ചെയ്തു. നിങ്ങൾക്ക് നിയമം തെറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, എന്നാൽ അതേസമയം എന്താണ്, അനധികൃതമായിട്ട് ഇയാൾക്ക്, അതായത് ഇയാളെ ഒന്നും കൊടുക്കാതെ ഇയാളെ വിടാനും പറ്റില്ല, നിയമം തെറ്റിക്കാനും പറ്റില്ല, ഇയാളെ അഗതിയായിട്ട് വിടാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തിന് ഒരു അഗതി മന്ദിരത്തിലേക്ക്, നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു അഗതി മന്ദിരത്തിലേക്ക് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് അവിടെ എന്ത് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യണം. 3 കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെന്താണ്, ഇത് നിങ്ങളുടെ വിവേചന അധികാരമാണ്. നിങ്ങളുടെ യുക്തി അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇതിൽ ഏതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അതായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അല്ല, ഇപ്പം ജസ്റ്റ് നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് ഇതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇതാണ് ശരിയെന്ന് തോന്നുന്ന ഏതോ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വിവേചനാധികാരമാണ് നിങ്ങൾ ഇതിൽ ഏത് കാര്യം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷന് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിവേചനാധികാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ദ പവർ ഓഫ് ആൻ അതോറിറ്റി ടു ചൂസ് ബിറ്റ്വീൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഇതുപോലെ 3 കോഴ്സ് ഓഫ് ആക്ഷൻസ് വന്ന സമയത്ത് അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണ്, ബേസ്ഡ് ഓൺ യുവർ ജഡ്ജ്മെൻറ്റ്. ഇവിടെ ഒരിക്കലും നിയമം പറയുന്നില്ല ഇങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യണം, രേഖകളില്ലെങ്കിൽ പോലും നിങ്ങൾ അയാൾക്ക് കൊടുക്കണം എന്ന് നിയമം പറയുന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്, നിങ്ങളുടെ യുക്തി അനുസരിച്ച്, നിങ്ങളുടെ ധാർമ്മിക ബോധം അനുസരിച്ചാണ് തീരുമാനമെടുക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം, നിയമവും മറ്റൊന്നും അവിടെ വരുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റാഷണാലിറ്റി, ജഡ്ജ്മെൻറ്റ് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ ചെയ്യുകയാണെങ്കിൽ യെസ് ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, ആർബിട്രറിനെസ് ആണ്. ആർബിട്രറിനെസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ നിയമം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിലെ 2ാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് അത് നിയമം തെറ്റിക്കുകയല്ല, കാരണം നിയമപ്രകാരം അയാൾക്ക് ഈ പറയുന്ന സ്കീമിന് ഒരു അർഹതയില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, നിയമം തെറ്റിച്ചിട്ടല്ലേ അത് ചെയ്തത് എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷനും അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്സും തമ്മിൽ ഒരു വ്യത്യാസം കൂടെ വരുന്നുണ്ട്. ഒന്ന്, ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ നിയമത്തിനെ മറികടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ പറയുന്ന പോലെ ഹ്യൂമാനിറ്റേറിയൻസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ദി ലോ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ അയാളെ സ്കീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടാനല്ല. അയാൾ നിങ്ങൾക്ക് കൈക്കൂലി ഓഫർ ചെയ്തിട്ടില്ല, അയാൾ നിങ്ങളുടെ ബന്ധുവല്ല, നിങ്ങളുടെ കക്ഷിയല്ല, നിങ്ങളുടെ ജാതിയിൽപ്പെട്ടതല്ല, നിങ്ങളുടെ മതത്തിൽപ്പെട്ടതല്ല, മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും അയാളുടെ അടുത്ത് നിന്ന് കിട്ടുന്നില്ല. എന്നാൽ ആർബിട്രറിനെസ് വരുന്ന സമയത്ത് എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു ബന്ധു വന്നിട്ട് ഇതേപോലെ ഒരു സ്കീം അതിൻ്റെ ഭാഗമാക്കണം എന്ന് പറയാണ്. അയാൾ നിങ്ങളുടെ ബന്ധുവാണ് എന്ന പേരിൽ ഈ പറയുന്ന സ്കീമിൻ്റെ ഭാഗമാക്കി. ഓക്കെ, ഈ പറയുന്ന രേഖകളൊന്നും ഇല്ലാത്ത ആ ബന്ധുവിനെ നിങ്ങൾ എന്ത് ചെയ്തു, ഈ സ്കീമിൻ്റെ ഭാഗമാക്കി, അല്ലെങ്കിൽ ഒരു ജോലി നിങ്ങൾ എന്ത് ചെയ്തു, തരപ്പെടുത്തി കൊടുത്തു. അപ്പോൾ എന്താണ്, അത് ആർബിട്രറിനെസ് ആണ്. നിങ്ങളുടെ സ്വയം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നിയമത്തിനെ നിങ്ങൾ വളച്ചൊടിക്കുകയാണെങ്കിൽ അത് ആർബിട്രറിനെസ് ആണ്. അതാണ് നിയമലംഘനമായിട്ട് വരുന്നത്. ഇത് വിവേചനാധികാരമാണ്. അപ്പോൾ വിവേചനാധികാരവും നിയമലംഘനവും തമ്മിൽ രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്സിലേക്ക് വരുന്ന സമയത്ത് പേഴ്സണൽ ഗെയിൻ്റെ, സ്വന്തം ബെനിഫിറ്റ്, അവനവൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ ഡിസ്ക്രിഷൻ ഈസ് നോട്ട് ആർബിട്രറിനെസ് ആണ്. ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത്, വിവേചനാധികാരം എന്ന് പറയുന്നത് അത് നിയമലംഘനം അല്ല. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ നിയമപരമായിട്ട്, ഈ ഫസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നിയമപരമാണ്. രണ്ടാമത്തേത് ഫെയർലി, സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. മൂന്നാമത്തേത് റീസണബിൾ ആണ്, കാരണം അദ്ദേഹത്തിന് നിങ്ങളിപ്പോൾ ഒരു സ്കീമിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ പോരാ, പകരം അദ്ദേഹത്തിന് താമസിക്കാൻ ഒരിടം, അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ ഒരാൾ, അദ്ദേഹത്തിനെ പോലെയുള്ള മറ്റാളുകളുമായിട്ട് അദ്ദേഹത്തിന് സോഷ്യലൈസ് ചെയ്യാൻ, ഇങ്ങനെയുള്ള എല്ലാത്തിനും നല്ലത് എന്താണ്, 3ാമത്തെ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്. അപ്പോൾ റീസൺ, നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് കുറേ കൂടെ നല്ല കോഴ്സ് ഓഫ് ആക്ഷൻ 3ാമത്തേതാണ്. അപ്പോൾ ഇതിൻ്റെ ഏതിൻ്റെങ്കിലും അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ഡിസ്ക്രിഷൻ എന്ന് പറയാം. ഓക്കെ, അതൊരിക്കലും ആർബിട്രറിനെസ് അല്ല. ഈ കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്.
ഇനി എന്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ വേണം? കാരണം ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു SI ആണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ദിവസം മിനിസ്റ്ററുടെ കോൾ വരികയാണ്, നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുള്ള ഒരു ഗുണ്ടയുണ്ട്, ആ ഗുണ്ടയെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് മിനിസ്റ്റർ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ അടുത്ത് പറയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അയാളൊരു ഗുണ്ടയാണ്, അയാളുടെ പേരിൽ നിങ്ങൾ FIR എഴുതിയിട്ടുണ്ട്. FIR ഇനി നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് വരും. വിളിച്ച് പറഞ്ഞത് മിനിസ്റ്ററാണ്, മിനിസ്റ്റർ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണിഷ്മെൻറ്റ് അങ്ങേര് അതും തരും. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ ഒരു ഡിലേമ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് വിവേചനപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ വിവേചനപൂർവ്വം കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, റീസണബിൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. റീസണബിൾനെസ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ വരുന്ന ഒരു കാര്യമാണ് റെക്കോർഡിക്കൽ ആയിരിക്കണം. മിനിസ്റ്റർ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിനിസ്റ്ററോട് പറയണം, അത് ഒരു ഒഫീഷ്യൽ രേഖയായിട്ട് ഒരു ഓർഡർ ആയിട്ട് എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിനെ വിട്ടയക്കാം എന്ന് നിങ്ങൾക്ക് പറയാം. കാരണം ഒഫീഷ്യൽ ആയിട്ടുള്ള ഓർഡറുകൾ മാത്രമേ നിങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുള്ളൂ. ആരെങ്കിലും ഒരാൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് നിങ്ങളൊരു കാര്യം തെറ്റായി ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കെതിരെ അന്വേഷണം വന്നാൽ നിങ്ങൾ മാത്രമേ കുടുങ്ങുള്ളൂ. കാരണം അയാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീഗൽ രേഖയല്ല, ഒരു റെക്കോർഡും അല്ല. ഒരു ഗവൺമെൻറ് ഓർഡർ, മിനിസ്റ്റർ വിടാൻ പറഞ്ഞു, ഇതാണ് ആ ഓർഡർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് റെക്കോർഡിക്കലാണ്. പിന്നെ നിങ്ങളുടെ പേരിൽ ഒരു കേസും വരില്ല. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ നിങ്ങളുടെ അടുത്താണ്. മിനിസ്റ്റർ പറഞ്ഞത് കേട്ട് വിട്ടയക്കണോ, അല്ലെങ്കിൽ മിനിസ്റ്റർ പറഞ്ഞത് ലംഘിച്ചുകൊണ്ട് അയാളെ അറസ്റ്റിൽ തന്നെ വെക്കണോ, അതല്ലെങ്കിൽ മിനിസ്റ്ററോട് അതൊരു ഓർഡറായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പറയണോ, ഇത് നിങ്ങളുടെ കാര്യമാണ് വരുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ആ സമയത്ത് എന്ത് തീരുമാനിക്കണം എന്നുള്ളത് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ എന്ത് വേണം? നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ബെനിഫിറ്റൊക്കെ വേണ്ടിയിട്ട് എന്താണ് നല്ലത് അത് തീരുമാനിച്ച് നിങ്ങൾ ചെയ്യണം. ഇനി അതുപോലെ തന്നെ ചില സമയത്ത് ക്രൈസിസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ 2018 ഫ്ലഡ്, 2018 ഫ്ലഡ്. അപ്പോൾ ഈ 2018 ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് ആസ് എ കളക്ടർ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുകയാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനോ അതല്ലെങ്കിൽ ഈവൻ ഫയർ ഫോഴ്സിനോ അതല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഫോഴ്സിനോ ഒന്നും തന്നെ ഈ പറയുന്ന അതിശക്തമായിട്ടുള്ള ഫ്ലഡിൽ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിവേചനാധികാരം വെച്ച് ക്വിക്ക് ഡിസിഷൻ നിങ്ങൾ എടുത്തു, മുക്കുവന്മാരെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ മുക്കുവന്മാരെ വിളിച്ചുകൊണ്ട് വന്നു, ഈ പറയുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ രക്ഷിച്ചു. കാരണം കടലിലേക്ക് പോകുന്ന ആൾക്കാരാണ്, അവർക്ക് എത്ര വലിയ തിരമാലയായാലും അതിനെ മുറിച്ച് കടന്ന് പോകാനുള്ള ആ ഒരു മനോധൈര്യവും സ്കില്ലും അവർക്കുണ്ട്. ആ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ആളുകളെ രക്ഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ വിവേചനാധികാരമാണ്. ഇന്നേ വരെ അല്ലെങ്കിൽ അതുവരെ 2018 ആ ഒരു ദുരന്തം അല്ലെങ്കിൽ പ്രളയം സംഭവിക്കുന്നത് വരെ ഇന്ത്യയിലെ ഒരു ഫ്ലഡിൻ്റെ സമയത്തും ഇതുപോലെ മുക്കുവന്മാരെ വിളിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ വിളിച്ചു. കാരണം ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഡിസ്ക്രിഷൻ, വിവേചനാധികാരമുള്ള കാര്യങ്ങൾ യുക്തിയോട് കൂടിയിട്ട് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഭരണാധികാരികൾ, കളക്ടേഴ്സ് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് റൂൾ ഓഫ് ലോ ആണ്. പക്ഷേ അതേസമയം നമ്മുടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയാകുന്ന സമയത്ത് ഒരുപാട് നിയമങ്ങളായിട്ട് ഏത് നിയമമാണ് ഉള്ളത് ഇല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വിഷയങ്ങളും നിയമം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ യുക്തി കൊണ്ടായിരിക്കണം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടത്. നിയമം ഇല്ലാത്ത സമയത്ത് യുക്തി ഉപയോഗിച്ചിട്ടായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഭയങ്കര ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങളെ സമീപിക്കേണ്ടതായിട്ട് വരും. അവിടെ ചിലപ്പം നിയമം അത്രത്തോളം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അത്രത്തോളം അപ്ഡേറ്റ് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു AI, അപ്പോൾ ഒരു പുതിയ AI സിസ്റ്റം വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ AI സിസ്റ്റം വരുന്ന സമയത്ത് എങ്ങനെ നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത് നിയമത്തിൽ പറയുന്നുണ്ടായിരിക്കില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും നിയമത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, ആളുകൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു AI എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഒരാളുടെ യുക്തി അനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അണ്ടർ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 അതുപോലെ തന്നെ ആർട്ടിക്കിൾ 15 ക്ലോസ് 5 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ റിസർവേഷൻ വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. റിസർവേഷൻ വരുന്നുണ്ട്. റിസർവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും കൂടെയാണ്. ഈവൻ മണ്ഡൽ കമ്മീഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന കാര്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ സുപ്രീം കോടതിയും ഒക്കെ അംഗീകരിച്ച കാര്യമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ റിസർവേഷന് അന്ന് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടായിരുന്ന, മണ്ഡൽ കമ്മീഷനിൽ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടായിരുന്ന 2 ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സോഷ്യൽ പ്ലസ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ആണ്.
ഓക്കെ, സോഷ്യൽ പ്ലസ് എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ് ആണ്. അതിൽ ഇല്ലാത്ത 2 റിസർവേഷൻ പിന്നീട് വരുന്നുണ്ട്. ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രൂപത്തിലേക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, അത് സോഷ്യലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണലോ ബാക്ക്വേർഡ്നെസ് അല്ല, എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആണ്. എന്താണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ? എക്കണോമിക് ബാക്ക്വേർഡ്നെസ് വരുന്നുണ്ട്. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റിസർവേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരുന്നോ? അല്ല. പക്ഷേ അത് മാറ്റിയിട്ട് പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നു. കാരണം എന്താണ്? ഇന്ന് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരമാണ് ഇന്ന് സൊസൈറ്റിയിൽ പുതിയ ഒരു ജാതിയായിട്ട് രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പണ്ടും ഈ പറയുന്ന ഉള്ളതിൻ്റെയും ഇല്ലാത്തതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജാതി രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നത്. ഭരിക്കുന്നവൻ ക്ഷത്രിയനാണ് എന്ന് വെച്ചാൽ പവർഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യാണ്? ഈ ഒരു കാറ്റഗറിയിലേക്കാണ്. ഭരിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ താഴെ കിടക്കുന്നവൻ അവൻ ശൂദ്രനാണ്. അതുപോലെ തന്നെ ഇപ്പം ഇല്ലാത്തവനാണ്. അപ്പോൾ അന്ന് ഈ പറയുന്ന രൂപത്തിലേക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്തു? ചെയ്യുന്ന ജോലിയുമായിട്ട് കണക്ട് ചെയ്തു. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്ന് കൂലിപ്പണിക്കാർ, കർഷകർ, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന വിലയും അതേപോലെ തന്നെ ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു എഞ്ചിനീയറാണ്, പ്രൊഫസറാണ് എന്ന് പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അന്നും ഇന്നും ഈ പറയുന്ന ഒരു ഡിസ്ക്രിഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിനൊക്കെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ നമുക്ക് എന്ത് വേണം? അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിന് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം എല്ലാവർക്കും ഒരേ തീരുമാനത്തിൻ്റെ ബേസിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാവപ്പെട്ട വ്യക്തി ഉണ്ടായിരിക്കും, അയാൾക്ക് രേഖകൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അയാളെ ഈ സ്കീമിൻ്റെ ഭാഗമാക്കണം. അപ്പോൾ എന്താണ്? ഇത്തരത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കും. ഒരു നിയമം വെച്ചിട്ട് എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സംരക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആ നിയമത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ, വിവേചന അധികാരത്തോടു കൂടി പെരുമാറുന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദെൻ അടുത്ത കേസാണ് ലെജിസ്ലേച്ചർ കനോട്ട് ഫോർസീ എവറി പോസിബിൾ സിറ്റുവേഷൻ. നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കാൻ ഈ പറയുന്ന നിയമനിർമ്മാണ സഭയ്ക്ക് സാധ്യമല്ല. അടുത്തത് ടെക്നിക്കൽ ഓർ സ്പെഷ്യലൈസ്ഡ് മാറ്റേഴ്സ് റിക്വയർ എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഈ ടെക്നിക്കലും അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അവിടെ ചിലപ്പോൾ നിയമം കൊണ്ട് നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. അടുത്തത് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ടു ഡീൽ വിത്ത് ചേഞ്ചിങ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ. സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പോളിസിയിൽ, നമ്മുടെ ഡിസിഷൻസിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഗവൺമെൻറ്റ്സിൻ്റെ അപ്രോച്ചിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. അടുത്തത് ഇനാബിൾ പ്രോംപ്റ്റ് ആക്ഷൻ ഡ്യൂറിങ് ദി എമർജൻസീസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന മുക്കുവന്മാരുടെ കേസൊക്കെ. അപ്പോൾ അത്തരം ഒരു പെട്ടെന്നുള്ള ഒരു എമർജൻസി, അതുപോലെ തന്നെ അത്യാവശ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അല്ലാതെ ആ സമയത്ത് പോയിട്ട് പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് അവിടെ പിന്നീട് ബില്ല് ഉണ്ടാക്കിയിട്ട് ആ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ച് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ്ലി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വിവേചനാധികാരത്തോട് കൂടിയിട്ട് ഏറ്റവും നല്ല ഔട്ട്കം ഏതാണോ അത് അനലൈസ് ചെയ്ത് അത് നമ്മൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഇനി ഈ പറയുന്ന ഡിസ്ക്രിഷനെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പലതരത്തിൽ വരുന്നുണ്ട്. ഒന്ന് പ്യുവർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഡിസ്ക്രിഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ അതോറിറ്റിക്ക് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വേറെ ആരും അവിടെ സഹായിക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാത്ത കേസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശം ആ ഒരു കേസിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഭൂരിപക്ഷം കിട്ടാത്ത അല്ലെങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു മന്ത്രിസഭയെ പ്രസിഡന്റിന് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ പ്രസിഡന്റിൻ്റെ പാർഡനിങ് പവർ അണ്ടർ ആർട്ടിക്കിൾ 72. ഇനി അതല്ലെങ്കിൽ ഗവർണറുടെ പാർഡനിങ് പവർ ആർട്ടിക്കിൾ 161. അപ്പോൾ ഇതിലൊക്കെ വരുന്നത് എന്താണ്? അബ്സല്യൂട്ട് ഡിസ്ക്രിഷൻ ആണ്. അത് പ്രസിഡന്റിന്, ഗവർണറിന് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എൻറ്റയർലി ടു ദ ഓതോറിറ്റി. ഏത് ബോഡിയാണോ, ഏത് വ്യക്തിയാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ വ്യക്തിയുടെ തീരുമാനമാണ് അവിടെ അൾട്ടിമേറ്റ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്യുവർ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഡിസ്ക്രിഷൻ എന്ന് പറയും. അടുത്തതാണ് ക്വാസി ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത്. അതായത് ഡിസ്ക്രിഷൻ വിത്തിൻ ഡിഫൈൻഡ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയിട്ടാണ് വരുന്നത്. ഡിസ്ക്രിഷൻ വിത്തിൻ ഡിഫൈൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്, അതാണ് ക്വാസി ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആ ഒരു നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന അല്ലെങ്കിൽ ആ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പിയറിൽ നിങ്ങൾ രേഖകൾ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ, ആ മുനിസിപ്പൽ കോർപ്പറേഷൻ അതിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ബിൽഡിങ്ങിന് പെർമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ലൈസൻസ് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലൈസൻസ് കൊടുക്കാതിരിക്കാം.
ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ക്വാസി ജുഡീഷ്യൽ ഡിസ്ക്രിഷൻ എന്ന് പറയാം. അടുത്തത് സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് തോന്നുകയാണ്, അതായത് ഒരാളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്യാണ്, ഒരു ജാഥ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് നിങ്ങളൊരു ഡിസ്ട്രിക്ട് കളക്ടറാണ് നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുകയാണ്, ഇത് വളരെ കുറച്ച് ആൾക്കാരുള്ള ഒരു പാർട്ടിയാണ്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കൊടുക്കാം എന്ന് നിങ്ങൾക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു, അത് കൊടുത്തു. ചിലപ്പോൾ എന്തായിരിക്കാം, അവിടെ ആളുകൾ കൂടാനോ കുറയാനോ ഒക്കെ അവിടെ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആ സമ്മേളനത്തിന് വരാൻ സാധ്യതയുണ്ട്, അൺകൺട്രോൾഡ് ആയിട്ട് മാറാം. അതിന് എക്സാമ്പിൾ ആയിരുന്നു തമിഴ്നാട്ടിലെ കാരൂർ ഉണ്ടായിരുന്ന ദുരന്തം എന്ന് പറയുന്നത്. ഓക്കെ, TVKയുടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സമ്മേളനമായിരുന്നു. ആ സമയത്ത് സ്റ്റാമ്പേഡ് കാരണം കുറേ ആൾക്കാർ മരണപ്പെട്ട ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, എന്തുകൊണ്ട് ഈ അനുമതി കൊടുത്തു എന്നുള്ള ചോദ്യം നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ അത് പേടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അനുമതി കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടും നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ഈ പറയുന്ന രൂപത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ പരിപാടിയല്ലേ, അത് നടന്നോട്ടെ എന്നുള്ള രൂപത്തിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. രണ്ടും നിങ്ങളുടെ തീരുമാനമാണ്. അതായത് ഒരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ, ആ കേസിൽ ഒരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ അത് അങ്ങ് സമ്മതിക്കാം എന്ന് നിയമത്തിൽ എവിടെയും പറയുന്നില്ല. അത് കളക്ടറുടെ ഡിസ്ക്രിപ്ഷനാണ്, കളക്ടർക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനാണ്. ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആ കാര്യം ഉദ്യോഗസ്ഥന്മാർ ചെയ്തിരിക്കണം. എന്നാൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യേണ്ട, ആ കാര്യം ചെയ്യേണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ PSC എക്സാമിനേഷൻ എഴുതി, പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ചെയ്തു, മെയിൻസ് നല്ല മാർക്കിൽ ക്ലിയർ ചെയ്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് നിങ്ങൾക്ക് കിട്ടി. ഇനി PSCക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, PSCക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, കാരണം അവിടെ നിന്ന് ഒരു അപ്പോയിൻമെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ അപ്പോയിൻമെൻറ്റ് നിങ്ങളുടേതായിരിക്കും 100%. കാരണം ഫസ്റ്റ് റാങ്ക് നിങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം, അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. അപ്പോൾ എന്താണ്, ആ റാങ്കിങ്ങിൽ വന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഓർഡറിൽ കൊടുക്കുക. അതെന്താണ് PSCയുടെ, അതായത് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് PSCയുടെ ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ പോലും ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ വെരിഫിക്കേഷൻ, ഈ പറയുന്ന 1 ടൈം വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി തരേണ്ടത് PSCയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ എല്ലാം ഓക്കെ ആണെങ്കിൽ അത് തരില്ല എന്ന് പറയാൻ PSCക്ക് പറ്റില്ല. അതാണ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഫാക്റ്റ് ഡാറ്റകൾ ചെക്ക് ചെയ്ത് എല്ലാം ശരിയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അത് അംഗീകരിച്ച് കൊടുക്കുന്നത്. അതാണ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഇങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ആളുകൾക്ക് കൊടുക്കുന്നത്, ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നത് ഏതെല്ലാം തരത്തിൽ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുണ്ട്. ഒന്ന്, ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി ടു അഡാപ്റ്റ് ടു വാരിയിങ് കണ്ടീഷൻ അല്ലെങ്കിൽ വേരിയിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും. അതായത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് അത്തരത്തിൽ, ഇനി അതല്ല നോർമൽ സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്. ഇനി അതല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റയറ്റ് ഉണ്ടാകുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്തേക്ക് വേണ്ടിയിട്ട്, ഇനി അതല്ല നമ്മുടെ രാജ്യം എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അത്തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഡിഫറൻറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഡിഫറൻറ്റ് രീതിയിലേക്ക് പെരുമാറാനും അല്ലെങ്കിൽ ഡിഫറൻറ്റ് അപ്രോച്ച് എടുക്കാനും ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്യും, ഇത് സഹായിക്കുന്നുണ്ടായിരിക്കും. അടുത്തത് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കും. കാരണം എല്ലാ സമയത്തും നിയമം അനുസരിച്ച് തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു റൊട്ടീൻ, ഒരു റോബോട്ടിക് വർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രശാന്ത് നായർ IAS, അദ്ദേഹം എന്ത് ചെയ്തു, ഓപ്പറേഷൻ സുലൈമാനി കൊണ്ടുവന്നു, കമ്പാഷൻ കാലിക്കറ്റ് കൊണ്ടുവന്നു, അതുപോലെ തന്നെ PB സലീം അദ്ദേഹം മാപ്പ് പ്രോഗ്രാം കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ്, എഫിഷ്യൻസി കൂടുന്നുണ്ട്, ജനങ്ങളും ഭരണത്തിൻ്റെ പങ്കാളികളായിട്ട് മാറുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് ബഡ്ജറ്റിനപ്പുറം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത കൂടുന്നുണ്ട്. അടുത്തത് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന മുക്കുവന്മാരെ 2018 മുക്കുവന്മാരെ വിളിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, വിളിക്കാൻ നിൽക്കട്ടെ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അത് പാർലമെൻറ്റിൽ വീണ്ടും അവതരിപ്പിച്ചിട്ട് അതിൻ്റെ അമെൻമെൻറ്റിൽ മുക്കുവന്മാരെ വിളിക്കാം എന്നുള്ളത് ആഡ് ചെയ്തിട്ട് അത് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയിട്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇവിടെ ഫ്ലഡ് കഴിഞ്ഞിട്ട് അടുത്ത വേനലായിട്ടുണ്ടാവും. അത്ര നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്വിക്ക് ഡിസിഷൻസ് എമർജൻസി സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ ഫ്ലെക്സിബിലിറ്റി വേണം, അതുപോലെ തന്നെ നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഓതോറിറ്റി വേണം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ്സ്, ഇപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ പവർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിസ് ഇൻ ദി ഇൻഡിവിജ്വൽ കേസസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഡിഫറൻ്റ് ആയിട്ടുള്ള കേസുകൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോ കേസിലും ഡിഫറൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളും ഡിഫറൻ്റ് ആയിട്ടുള്ള രൂപത്തിലേക്കുള്ള അപ്രോച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാനുള്ള ഒരു അധികാരം എനിക്ക് വേണം, എന്നാലേ ആസ് ആൻ ഓഫീസർ എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ഓർത്ത് വെക്കണം. ഇനി അടുത്തത് റിസ്ക് ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ. ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്, അതും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷനും അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്സും രണ്ടും ഡിഫറൻ്റ് ആണ്. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ പതിയെ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ എന്ത് ചെയ്തു, ആ സ്കീമിൻ്റെ ഭാഗമാക്കി. നാളെ ഇതേപോലെ തന്നെ ഈ പറയുന്ന രൂപത്തിൽ എല്ലാം കൊണ്ടും അർഹമായിട്ടുള്ള, എന്നാൽ നിങ്ങളുടെ ബന്ധുവായിട്ടുള്ള ഒരാൾ വരുന്നു, അയാളെ നിങ്ങൾ എന്ത് ചെയ്തു, ഈ പറയുന്ന സ്കീമിൻ്റെ ഭാഗമാക്കി. പിന്നെ അനർഹനായിട്ടുള്ള നിങ്ങളുടെ ഒരു ബന്ധു വരുന്നു, അപ്പോൾ തൊട്ട് മുമ്പ് നിങ്ങൾ ആക്കിയത് കൊണ്ട് ഇയാളെ നിങ്ങൾക്ക് ആക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, ആദ്യം ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ പിന്നെ വന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആയിട്ട് മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ അലോ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും അബ്യൂസ് ഓഫ് പവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബയാസ് ആൻഡ് ആർബിട്രറിനെസ്സിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ബന്ധു അയാളെ സ്കീമിൽ ഉൾപ്പെടുന്ന സമയത്ത് എന്താണ്, ബയാസ് ആണ്, പക്ഷപാതിത്വമാണ്. അയാൾ നിങ്ങളുടെ ബന്ധു ആയതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ എന്ത് ചെയ്തു, നിയമത്തിനെ വളച്ചൊടിച്ചു. കാരണം അയാൾ അനർഹനാണ്, അതുപോലെ തന്നെ അയാൾക്ക് എന്തില്ല, ആ സ്കീമിൻ്റെ ഭാഗമാകാനില്ല, നിങ്ങളുടെ ബന്ധു ആയതുകൊണ്ട് മാത്രം നിങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നിയമലംഘനം നടത്തി, അത് ആർബിട്രറിനെസ് ആണ്. അടുത്തത് നോൺ അപ്ലിക്കേഷൻ ഓഫ് ദി മൈൻഡ്. ആദ്യത്തെ കേസിൽ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചു, മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ആ പറയുന്ന അർഹനായിട്ടുള്ള നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആ ഒരു വ്യക്തിക്ക് ജോലി കൊടുത്തത്, അല്ലെങ്കിൽ ആ ഒരു സ്കീം കൊടുത്തത്. എന്നാൽ മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചില്ല, നിങ്ങൾ ആലോചിച്ചത് ഇയാൾ എൻ്റെ ബന്ധുവാണ്, ഇയാൾക്കും കൂടെ അത് കൊടുക്കുക, മറ്റ് രണ്ടാൾക്കാർക്ക് ഞാൻ കൊടുത്തില്ലേ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചിന്തിക്കുന്നില്ല, ഇയാൾ ഇതിന് അർഹനല്ല, അർഹനായിട്ടുള്ള ആളുകൾക്കാണ് ഇത് കിട്ടേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, അടുത്തത് ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യാം, വിവേചനം വരാൻ സാധ്യതയുണ്ട്, ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഓക്കെ, നിങ്ങൾ ഒരു കോൺഗ്രസ് പാർട്ടിയിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇങ്ങനെ 3 ആൾക്കാർക്ക് നിങ്ങൾ എന്ത് ചെയ്തു, ഈ സ്കീമിൻ്റെ ഭാഗമാക്കി. നാളെ 4ാമതായിട്ട് ഒരാൾ വരികയാണ്, അയാൾ CPI അല്ലെങ്കിൽ നിങ്ങളുടെ എതിർ പാർട്ടിയാണ്. ഓക്കെ, ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, കക്ഷി താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കക്ഷി താല്പര്യത്തിന് തികച്ചും വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾ കൊടുത്തില്ല. ഓക്കെ, അയാൾ അനർഹനായിട്ടുള്ള വ്യക്തിയാണ്, എന്നിട്ട് നിങ്ങൾ കൊടുത്തില്ല. അപ്പോൾ 5ാമത്തെ ദിവസം അതേ പാർട്ടിയിൽ നിന്ന് അർഹനായിട്ടുള്ള ഒരു വ്യക്തി വന്നു, അപ്പോഴും നിങ്ങൾ കൊടുത്തില്ല. അപ്പോൾ അർഹനും അനർഹനും എതിർ പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. അതെന്താണ്, ഡിസ്ക്രിമിനേഷൻ ആണ്. അവിടെ എന്ത് ചെയ്യാണ്, കക്ഷി വേർതിരിവുകൾ നിങ്ങൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾക്ക്, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ കൊടുത്തു, അല്ലാത്തവർക്ക് നിങ്ങൾ കൊടുത്തതുമില്ല. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഇറ്റ് ഈസ് അൺഈക്വൽ വിത്തൗട്ട് ബയാസ് ആയിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഈ പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ ഫെയർ ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ഉദ്യോഗസ്ഥൻ തീരുമാനങ്ങൾ എടുക്കണം. അടുത്തത് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. ഈ പറയുന്ന പോലെ ഈ പറയുന്ന 5 കേസുകളിലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തീരുമാനമെടുത്തത്, അവിടെ ഒരു സുതാര്യതയില്ല. നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനാണ് അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരാൾക്കും അവിടെ ആസ് ചോദ്യം ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയാസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, അവിടെ ഡിസിഷൻസ് എടുക്കുകയാണ്. അപ്പോൾ അതെന്താണ്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസിയാണ്. അടുത്തത് കറപ്ഷൻ, അഴിമതിയാണ്. അഴിമതി എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ പണം വാങ്ങിക്കുന്നതോ ബെനിഫിറ്റുകൾ എടുക്കുന്നതോ മാത്രമല്ല, ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയങ്ങൾ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പക്ഷപാതിത്വം കാണിക്കുന്നതും ഈ പറയുന്ന രൂപത്തിൽ അഴിമതി തന്നെയാണ്. അപ്പോൾ എന്താണ്, ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ കൂടിയാൽ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ, അൺചെക്ക്ഡ് ആയി കഴിഞ്ഞാൽ, അതിന് യാതൊരു തരത്തിലും എന്ത് വരുന്നില്ല, ഒരു ചെക്കിങ് വരുന്നില്ല, നമ്മൾ അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് ചിന്തിച്ച് നോക്കുന്നില്ല എന്നുള്ള സാഹചര്യമാണെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത് ഒരു റിസ്ക് ആയിട്ട് നാളെ മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ അതൊരു റിസ്ക് ആയിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിഫറൻറ്റ് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണ്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺചെക്ക്ഡ് ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത് ആർബിട്രറിനെസ് ആയിട്ട് മാറും. അൺചെക്ക്ഡ് ആണ്, അത് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസ്ക്രിഷൻ ആർബിട്രറിനെസ് ആയിട്ട് മാറും. ഓക്കെ, അടുത്തത് പ്രൊട്ടക്റ്റ് സിറ്റിസൺസ് റൈറ്റ് ആൻഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലിബർട്ടീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സിറ്റിസൺസിൻ്റെ റൈറ്റ്സും ലിബർട്ടീസും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അൺകൺട്രോൾഡ് പവേഴ്സ് കൊടുക്കാൻ പാടില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള പവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അവകാശങ്ങൾ അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ജനങ്ങളുടെ സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്തത് എൻഷ്യൂർ റൂൾ ഓഫ് ലോ ആൻഡ് ഗുഡ് ഗവേണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉപയോഗിച്ചുകൊണ്ട് തടയുന്ന സമയത്ത് അവിടെയുള്ള ബെനിഫിറ്റുകൾ എന്താണോ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്.
ഓക്കെ, നമ്മൾ മുമ്പ് പഠിച്ച പോലെ സിറ്റിസൺസിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റൂൾ ഓഫ് ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസ് സദ്ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭരണ സംവിധാനത്തിലുള്ള ആ ഒരു ഉറച്ച വിശ്വാസം അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ, ജനങ്ങൾക്ക് ഭരണത്തിലുള്ള വിശ്വാസം അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇതേ കാര്യം തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് ആകും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം മെക്കാനിസംസ്, എന്തെല്ലാം സിസ്റ്റംസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. സോ അതിൽ ആദ്യം വരുന്നതാണ് ജുഡീഷ്യൽ കൺട്രോൾ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ തന്നെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 27, ആർട്ടിക്കിൾ 141, ദെൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഡിഫറൻറ്റ് ഡോക്ട്രിൻസ് ആയിട്ടുണ്ടായിരുന്ന അൾട്രാ വെറസ്, പ്രൊപ്പോർഷണാലിറ്റി, ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ, അതുപോലെ തന്നെ വെനസ്ബറി റീസണബിൾനെസ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെ ജുഡീഷ്യറി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരുടെ ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ ഇതുപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബഡ്ജറ്റ്, ഓക്കെ, ബഡ്ജറ്റിൻ്റെ കേസിൽ ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസ് മുഴുവൻ പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ അവർ, 0 ഹവർ വരുന്നുണ്ട്, പാർലമെൻ്ററി കമ്മിറ്റീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, പാർലമെൻറ്റിൻ്റെ കൺട്രോൾ മെക്കാനിസംസ് ആണ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് കൺട്രോളിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അടുത്തത് എക്സിക്യൂട്ടീവ് കൺട്രോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വർക്ക് ചെയ്യുന്നത് അവിടെ ഡിപ്പാർട്ട്മെൻറ്റൽ എൻക്വയറീസ് ഉണ്ടായിരിക്കും, ഡിപ്പാർട്ട്മെൻറ്റൽ റൂൾസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ മുകളിൽ മറ്റൊരു ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും, ഹൈറാർക്കി ഉണ്ടായിരിക്കും. ആ മുകളിലുള്ള ഉദ്യോഗസ്ഥൻ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും, നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ SI ആണെങ്കിൽ മുകളിൽ CI ഉണ്ടായിരിക്കും, അതിന് മുകളിൽ DYSP ഉണ്ടായിരിക്കും, അതിന് മുകളിൽ ASP ഉണ്ടായിരിക്കും, അതിന് മുകളിൽ SP ഉണ്ടായിരിക്കും. അപ്പോൾ തൊട്ട് താഴെയുള്ള ആളുകൾ നോക്കുന്നതിന് മുകളിൽ ഒരാൾ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഇത് കൂടാതെ മറ്റ് മെക്കാനിസംസ് വരുന്നുണ്ട്. അപ്പം അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ CVC, ഓക്കെ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ RTI വരുന്നുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ വരുന്നുണ്ട്, ലോക്പാൽ ലോകായുക്ത വരുന്നുണ്ട്, CBI വരുന്നുണ്ട്, ഇൻകം ടാക്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഇത്തരത്തിൽ അഴിമതി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് മെക്കാനിസംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻസ് അത് കൃത്യമായിട്ട് അൺചെക്ഡ് ആയിട്ട് അല്ലെങ്കിൽ പരിധി വിട്ട് പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അടുത്തത് ജുഡീഷ്യൽ കൺട്രോൾ ഓവർ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഇത് 2 രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ജുഡീഷ്യറി അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷനെ എങ്ങനെയെല്ലാം കൺട്രോൾ ചെയ്യുന്നു എന്നാണ്. അത് 2 രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ്റെ വിവേചന അധികാരത്തിന് എങ്ങനെയാണ്, ഈ പറയുന്ന വിവേചനാധികാരം നൽകുന്ന നിയമത്തിനെ തന്നെ എന്ത് ചെയ്യും, സുപ്രീം കോടതി തടയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് എന്ന് പറയുന്ന ആക്ടിൽ അൺകൺട്രോൾഡ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു പവർ കൊടുക്കുന്നുണ്ടായിരുന്നു. സുപ്രീം കോടതി ആ ആക്ട് തന്നെ സ്ട്രക്ക് ഡൗൺ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അറ്റ് ദ സ്റ്റേജ് ഓഫ് ദി ഡെലിഗേഷൻ, നിയമം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ വരുന്നില്ല എന്ന് കോടതി ഉറപ്പാക്കും. അപ്പം നിയമം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കും. രണ്ടാമത്തത് നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റ് ദ സ്റ്റേജ് ഓഫ് ദി എക്സസൈസ്, അതായത് ഈ പറയുന്ന പോലെ കസ്റ്റഡി മരണങ്ങൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഉണ്ട്, അല്ലെങ്കിൽ കോടതി തന്നെ എന്ത് ചെയ്യുന്നതായിരിക്കും, അത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഹുസൈനര ഖത്തൂൺ വേഴ്സസ് അല്ലെങ്കിൽ ഹുസൈനര ഖത്തൂൺ കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർ ട്രയൽസിൻ്റെ കേസാണ് കോടതി എടുത്തത്. അപ്പോൾ അത്തരത്തിലും കോടതി എന്ത് ചെയ്യും, ഇടപെടും. അപ്പോൾ എന്താണ് അവിടെ വരുന്നത്, എക്സസൈസ് സ്റ്റേജിലാണ് ആ നിയമം നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നുണ്ട്, ആ നിയമം അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിലും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കോടതി ഇടപെടുന്നുണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് മേജർ ജുഡീഷ്യൽ ഡോക്ട്രൈൻസ്. ഇതിൽ ചിലതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വിറസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റുമുള്ള അധികാരം അല്ലെങ്കിൽ നിയമത്തിൻ്റെ പരിധി വിട്ട് പോകുന്നതിനെയാണ് അൾട്രാ വിറസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്ട്രൈൻ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കണം, അതുണ്ടാക്കുന്ന നന്മ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തിന്മയേക്കാളും മുകളിലായിരിക്കണം. അതാണ് ഡോക്ട്രൈൻ ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ആ ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, നോട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കണം. അടുത്തത് ഡോക്ട്രൈൻ ഓഫ് ദി ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഒരു നിയമം ഉണ്ടാകുന്ന സമയത്ത് ആ നിയമത്തിൽ നിന്നും ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡോക്ട്രൈൻ ഓഫ് ദി ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ദ പബ്ലിക് അതോറിറ്റി ഹാസ് കൺസിസ്റ്റൻ്റ്ലി ഫോളോഡ് എ പ്രാക്ടീസ്
സിറ്റിസൺ ഡെവലപ്ഡ് ആൻ എക്സ്പെക്ഷൻ ദാറ്റ് ഇറ്റ് വിൽ കണ്ടിന്യൂ. നമ്മൾ സിറ്റിസൺസ് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്ഡ് ആൻ എക്സ്പെക്റ്റേഷൻ ഒരു പ്രതീക്ഷയുണ്ടാക്കി, ദാറ്റ് ഇറ്റ് വിൽ കണ്ടിന്യൂ, അതായത് ഇത് പ്രകാരം നമ്മളൊരു പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷ എന്ത് ചെയ്യാണ്, ഈ കാര്യങ്ങൾ ഇനിയും തുടർന്ന് കിട്ടും, തുടർന്നും ഇതുപോലെ തന്നെയായിരിക്കും, ഇങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇതുവരെ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, അടുത്തതാണ് ഡോക്ട്രിൻ ഓഫ് ദി റീസണബിൾനെസ് അല്ലെങ്കിൽ വെനസ്ബറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ്. അതായത് യുക്തിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന റീസണിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കുന്നത്. അതാണ് ഡോക്ട്രിൻ ഓഫ് റീസണബിൾനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കുറവായതുകൊണ്ടും നമുക്കൊരു വലിയ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേരള ഗവർണൻസ് ഒരു 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഭാഗങ്ങൾ കവർ ചെയ്യണം. എന്നാൽ അവിടെ എന്താണ് ഈ പറയുന്ന രൂപത്തിലേക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റായിട്ട് കാര്യങ്ങൾ പറയാത്തത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് ഡോക്ട്രിൻ ഓഫ് ദി പബ്ലിക് ട്രസ്റ്റ്. അതായത് ജനങ്ങൾക്ക് ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിലുള്ള ആ ഒരു വിശ്വാസം നമ്മൾ കളയാൻ വേണ്ടിയിട്ട് പാടില്ല. അതാണ് പറയുന്നത് ഗവൺമെൻറ് ഹോൾഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇൻ ട്രസ്റ്റ് ഫോർ പബ്ലിക് യൂസ്. അപ്പോൾ പബ്ലിക് യൂസിന് വേണ്ടിയിട്ട് നാച്ചുറൽ റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നമ്മളിതിൻ്റെ സോഷ്യൽ കോൺട്രാക്ട് തിയറി പറയും. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന പോലെ ജോൺ ലോക്ക് അദ്ദേഹമൊക്കെ പറഞ്ഞിട്ടുള്ള അതേ സോഷ്യൽ കോൺട്രാക്ട് തിയറി തന്നെയാണ് ഗവൺമെൻറ്റിന് ഈ പറയുന്ന സമ്പത്ത്, ടാക്സ്, അതുപോലെ തന്നെ പവേഴ്സ്, അധികാരങ്ങൾ ഇതെല്ലാം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ജനങ്ങളുടെ ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ്. ജനങ്ങൾ ഈ അധികാരം മുഴുവൻ നൽകുന്നത് എന്തിനാണ്, ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഇനി ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഈ ഡിസ്ക്രിഷൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അവരുടെ വിവേചനാധികാരം ഉപയോഗിക്കുന്ന സമയത്ത് കോടതിക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അതാണ് ഇവിടെ പറയുന്നത് ഗ്രൗണ്ട്സ് ഫോർ ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ എഗെയിൻസ്റ്റ് ഡിസ്ക്രിഷൻ. ഓക്കെ, ഗ്രൗണ്ട്സ് ഫോർ ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ എഗെയിൻസ്റ്റ് ഡിസ്ക്രിഷൻ. ഒന്ന്, ഫെയിലിയർ ടു എക്സസൈസ് ഡിസ്ക്രിഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഉദ്യോഗസ്ഥൻ അയാൾ ഒന്നും ചെയ്യുന്നില്ല, അയാളുടെ വിവേചനാധികാരം ഉണ്ടായിട്ട് പോലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 3 ആക്ഷൻസ് എടുക്കാൻ പറ്റും, 3ഉം ചെയ്യുന്നില്ല, അയാൾ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പോലെ പ്രളയം ഉണ്ടായി, അയാൾക്ക് മുക്കുവന്മാരെ വിളിക്കാം, ഒരു കളക്ടറാണ്, ആ കളക്ടർക്ക് മുക്കുവന്മാരെ വിളിക്കാം, പക്ഷേ അയാൾ അത് വിളിക്കുന്നില്ല, കാരണം അതിന് നിയമമില്ല, അത് ഞാൻ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അയാൾ ഇരിക്കുകയാണെങ്കിൽ ആ സമയത്ത് കോടതിക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ അധികാരം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് കോടതി ചോദിക്കും. അതുപോലെ തന്നെ ആക്ടിങ് അണ്ടർ ഡിക്റ്റേഷൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഏകാധിപത്യ സംവിധാനം അല്ലെങ്കിൽ ഒരു ഏകാധിപതിയെ പോലെ എന്ത് ചെയ്യാണ് ഒരാൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കോടതി ഇടപെടുന്നുണ്ടായിരിക്കും. കാരണം ഒരു ഏകാധിപതിയെ പോലെ, അതായത് ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഏകാധിപതി ഓട്ടോക്രാറ്റിക് റൂള് ഇല്ല. അടുത്തത് ഇംപ്രോപ്പർ പർപ്പസ് അല്ലെങ്കിൽ കൊളാട്രൽ പർപ്പസ്. അതായത് ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അതിന് പകരം നിങ്ങൾക്കൊരു ബെനിഫിറ്റ് അതിലെ സൈഡിലൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഒരു സ്റ്റേറ്റ് ഹൈവേ പ്രോജക്റ്റ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഗവൺമെൻറ് ഒരു സ്ഥലം വരച്ചു, നിങ്ങൾ അതൊന്ന് വളച്ച് ഇപ്പുറത്തൂടെ വരയ്ക്കുകയാണ്. സോറി, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അത് ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് ഇപ്പുറത്തൂടെ കൊണ്ടുപോയി. അപ്പോൾ ആ ഹൈവേക്ക് എന്ത് ചെയ്തു, ഏകദേശം ഒരു 2 കിലോമീറ്ററും കൂടെ അധികം ആ ഹൈവേയുടെ ലെങ്ത് വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് ആ ഹൈവേ പോകുന്നത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അടുത്തൂടെയാണ്, അപ്പോൾ സ്ഥലത്തിൻ്റെ വില കൂടും. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു, ആ പ്ലാൻ മാറ്റി. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ കാര്യം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ഇംപ്രോപ്പർ പർപ്പസ് അല്ലെങ്കിൽ കൊളാട്രൽ പർപ്പസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബെനിഫിറ്റും കൂടെ, നിങ്ങളുടെ ഒരു പർപ്പസും കൂടെ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നിങ്ങൾ ചെയ്തത്, അത് തെറ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി അവിടെ ഇടപെടും. അടുത്തത് മാലഫൈഡ്, തെറ്റായ ഉദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ പരിധിയിൽ തന്നെ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ആധാർ നല്ലൊരു സ്കീമാണ്. അത് ഈ പറയുന്ന രൂപത്തിലേക്ക് ഡ്യൂപ്ലിക്കേഷനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ടാർഗറ്റഡ് ബെനിഫിഷ്യറീസിനെയും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അതേസമയം അതിൽ നമ്മുടെ എല്ലാവരുടെയും പ്രൈവറ്റ് ഇൻഫർമേഷൻ ഉണ്ട്, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, നമ്മുടെ റെറ്റിന സ്കാൻ ഉണ്ട്, ആധാർ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ബാങ്കുമായിട്ടും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വോട്ടർ ഐ ഡിയുമായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത്രത്തോളം ഗവൺമെൻറ്റിന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് ജനങ്ങളെ നിരീക്ഷിക്കുക എന്ന് വിചാരിക്കുക, അത് തെറ്റായ കാര്യമാണ്, അത് തെറ്റായ ഉദ്ദേശമാണ്. അതിന് വേണ്ടിയിട്ടാണ് ആധാർ കൊണ്ടുവന്നത് എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് മാലഫൈഡ് അല്ലെങ്കിൽ തെറ്റായ ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബോണഫൈഡ്. ഓക്കെ, ബോണഫൈഡ് എന്ന് വെച്ചാൽ ശരിയായ ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ബോണഫൈഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇറലവൻ്റ് കൺസിഡറേഷൻ. ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടായിരിക്കണം ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യേണ്ടത്, തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അല്ലാതെ പകുതി ഭാഗം മാത്രം കേട്ടിട്ട് എന്ത് ചെയ്യരുത്, ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്. അതാണ് ഇറലവൻ്റ് കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തുള്ള ആകാശപാത എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി, എന്തുകൊണ്ട് അത് നിർത്തിവെച്ചു, ഇപ്പോഴും നമുക്കറിയില്ല. ഇനിയും വീണ്ടും പൊളിറ്റിക്കൽ റീസൺസിൻ്റെ പുറത്ത് ആ ആകാശപാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം പണം ചെലവഴിച്ചത്? അവിടെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യാതെ പോയിട്ടുണ്ട്. അടുത്തത് അൺറീസണബിൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രൂപത്തിൽ കാര്യകാരണം അല്ലെങ്കിൽ യുക്തി നടപ്പാക്കുന്നില്ല. അടുത്തത് നോൺ അപ്ലിക്കേഷൻ ഓഫ് ദി മൈൻഡ്. ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നില്ല, എന്താണ് നടക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോഴും എന്ത് ചെയ്യാം, കോടതിക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തത് വയലേഷൻ ഓഫ് ദി നാച്ചുറൽ ജസ്റ്റിസ്. അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു നീതിയുണ്ട്, ഒരു ജസ്റ്റിസ് ഉണ്ട്, ആ നീതി ലംഘിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും കോടതിക്ക് ഇടപെടാം. അതുപോലെ തന്നെ മെക്കാനിക്കൽ എക്സസൈസ്, ഈ പറയുന്ന നോൺ അപ്ലിക്കേഷൻ ഓഫ് മൈൻഡിൻ്റെ എക്സാമ്പിളാണ് മെക്കാനിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. കാരണം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് അനുസരിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ എക്സസൈസ് ആണ്. ഓക്കെ. അതുപോലെ തന്നെ ലിമിറ്റേഷൻ ഓഫ് ദി കൺട്രോൾ മെക്കാനിസംസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നോ, ആ പറയുന്ന ലിമിറ്റേഷൻസ് എല്ലാം തന്നെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻസ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നുണ്ട്, അതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഒന്ന്, ജുഡീഷ്യൽ റിവ്യൂ ഈസ് സൂപ്പർവൈസറി നോട്ട് അപ്പലേറ്റ്. അതായത് ഒരു സൂപ്പർവൈസറിയാണ്, ജുഡീഷ്യൽ റിവ്യൂ നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം മാത്രമേ അവിടെ ചെയ്യുള്ളൂ, അല്ലാതെ ഒരു ആൾട്ടർനേറ്റീവ് സാധനം കൊണ്ടുവരാൻ ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് പറ്റില്ല. അടുത്തത് പെൻഡൻസി ആൻഡ് ഡിലേ ഇൻ കോർട്ട്. ഇന്ത്യൻ കോടതികളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5.2 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ആസ് പെർ ദി നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഗ്രിഡ് ഇൻഫർമേഷൻ. അപ്പോൾ അത് പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5.2 കോടി കേസുകൾ നമ്മുടെ സുപ്രീം കോടതി മുതൽ കീഴ്ക്കോടതികൾ വരെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും കേസുകൾ പെൻഡിങ് ആണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ പുതിയ കേസുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വിധി വരാൻ 6 മുതൽ 8 വർഷം വരെ എടുക്കും. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിരുന്നു കറുപ്പ് സിനിമ. ഓക്കെ, റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സൂര്യയുടെ കറുപ്പ് സിനിമ. അതിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ടല്ലോ, മട്ടാഞ്ചേരി സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം. അപ്പം തൻ്റെ മുതൽ തിരിച്ചു കിട്ടുന്നത്, തൻ്റെ സ്വർണം തിരിച്ചു കിട്ടുന്നതിന് അദ്ദേഹം അത്രയും സമയം കോടതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. എന്നിട്ടും അവിടെ എന്ത് ചെയ്യുന്നില്ല, അത് കിട്ടുന്നില്ല. ഓക്കെ. അടുത്തത് ലിമിറ്റഡ് എക്സ്പെർട്ടൈസ് ഓഫ് ദി ജഡ്ജസ് ഇൻ ദ ടെക്നിക്കൽ മാറ്റേഴ്സ്. ഇപ്പോൾ ടെക്നിക്കൽ കേസുകളാണെങ്കിൽ ജഡ്ജസിന് വേണ്ടത്ര ഇൻഫർമേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിൽ ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ ജഡ്ജിന് പറ്റണം എന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ജഡ്ജ്, അതായത് ഇപ്പം വിധി പറയേണ്ട ആൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ പറയുന്ന വിധി എന്ന് പറയുന്നതും കറക്റ്റ് ആവണമെന്നില്ലല്ലോ. അടുത്തത് നോൺ അവൈലബിലിറ്റി ഓഫ് ദി റെമഡീസ് ഫോർ ദ പുവർ സിറ്റിസൺസ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇന്നും ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ആയി കഴിഞ്ഞാലും ഈ പറയുന്ന ഗവൺമെൻറ് സിസ്റ്റം ആയി കഴിഞ്ഞാലും അത് അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈവൻ ഈ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ, ഈ പറയുന്ന ഇന്ദ്രൻസിന് വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ പാവപ്പെട്ട വ്യക്തിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സിസ്റ്റം ഒന്നും എന്ത് ചെയ്യുന്നില്ല, നിലകൊള്ളുന്നില്ല. മാക്സിമം അദ്ദേഹത്തിനെ ചൂഷണം ചെയ്യാനാണ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. ഇതൊരു റിയാലിറ്റിയും കൂടിയാണ്. നമ്മുടെ കോടതി സിസ്റ്റത്തിൻ്റെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ആയാലും ഒരു ഡാർക്ക് റിയാലിറ്റിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ക്ലോസസ് ആർ ഡിഫിക്കൽട്ട് ടു റിവ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യേണ്ടതായിട്ടുള്ള ഡിസ്ക്രിഷണറി ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, അത് അവിടെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ബേർഡൻ ഓഫ് ദി പ്രൂഫ് ഇസ് ഓൺ ദി അലീഗിങ് ആർബിട്രറിനെസ്. അതിപ്പോൾ ഞാൻ പറയാണ്, ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ആ ചെയ്തിരിക്കുന്നത് നിയമലംഘനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമലംഘനമാണെന്ന് തെളിയിക്കുന്നത് എൻ്റെ ബാധ്യതയായിട്ട് മാറും. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ നടന്നിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന തെളിവുകൾ സബ്മിറ്റ് ചെയ്തിട്ട് കോടതിയുടെ മുമ്പിൽ അത് തെളിയിച്ചെടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ അതിന് നിൽക്കില്ല, എന്തെങ്കിലും നടന്നോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പോകും, അല്ലെങ്കിൽ നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ അതും എന്താണ്, ഈ പറയുന്ന പോലെ ഒരു കൺട്രോൾ മെക്കാനിസം അല്ല. കാരണം നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നിർത്താൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ പ്രതികരിക്കില്ല. കാരണം ആ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ തലയിലാണ്. അത് തെറ്റല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിലേക്ക് ശിക്ഷയും വരും, ഫൈനും വരും. ഓക്കെ, മതിയായ തെളിവുകൾ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ. അപ്പം അതെന്താണ്, നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയും. നമ്മൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ ഒരു കൺട്രോളും ഇല്ലാതെ അത് തുടർന്ന് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ഭാഗം തീർക്കുകയാണ്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷനും അതുപോലെ തന്നെ കൺട്രോൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ, ജുഡീഷ്യൽ, അതുപോലെ തന്നെ മറ്റ് കൺട്രോൾ ഓവർ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും മാക്സിമം നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ സക്സസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.